കല്യാണം കഴിഞ്ഞാലുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞു പോയില്ലേ, ഇനി എല്ലാം സഹിച്ച് ക്ഷമിച്ച് കഴിയണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ. അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യണം. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഉപദ്രവം, അഡിക്ഷൻ, വൃത്തികെട്ട സ്വഭാവമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് തിരിച്ചിങ്ങി ഇറങ്ങി വന്നോളണം. അതാണ് എന്റെ അമ്മ നല്ല ഉപദേശം. പക്ഷേ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലേ നമ്മൾ നമ്മുടെ ഭാഗം കൂടെ വൃത്തിയാക്കി വെക്കണം. അച്ഛനമ്മയ്ക്ക് ഒന്നും നോക്കാൻ പറ്റുമോ? ഇല്ല. സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസ്ഥയായിരിക്കണം. ജോലി വേണം, മനസ്സിലായില്ലേ? എന്നാലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും എനിക്ക് ഇപ്പോഴൊന്നും കല്യാണം വേണ്ട. ഒരു ജോലിയൊക്കെ കിട്ടി കുറച്ച് നാൾ അടിച്ച് പൊളിച്ചൊക്കെ നടന്നിട്ട് മതി അമ്മ കല്യാണമൊക്കെ. അത് മതി, അതാ നല്ലത്. ആ എന്തേ എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി നീ വീട്ടിൽ നീറി കഴിയായിരുന്നല്ലേ. ഞാനാ ഈ ചേട്ടനോടൊന്നും പറഞ്ഞാ പോരായിരുന്നു. എന്തോന്ന് പറയണ കാര്യം? നീ ഒന്നും പറയണ്ട, നമുക്ക് പോവാം. എങ്ങോട്ട് പോവാൻ? നമ്മുടെ വീട്ടിലോട്ട് പോവാം. എന്റെ ചേട്ടാ, കാര്യം തെളിച്ച് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇല്ല, എനിക്കത് പറയാൻ പറ്റത്തില്ല പെങ്ങളെ. നമുക്ക് വീട്ടിലോട്ട് പോവാം. അയ്യോ, ഞാൻ അങ്ങനെ തീരുമാനം എടുത്ത്. എവിടെ പോയി? ഞാൻ തീരുമാനം എടുത്ത്. എന്ത് തീരുമാനം? എന്തുവാടി പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം? ഇത് വേറെ ഒന്നും അല്ല, ഉണ്ണിയപ്പുമായിട്ടുള്ള പ്രശ്നമാണ്. ഉണ്ണിയപ്പന്റെ പ്രശ്നം എന്റെ അടുത്ത് ഇങ്ങനെ പറയേണ്ട ആവശ്യം തോന്നുന്നു. ഉണ്ണിയപ്പു വർക്ക്ഷോപ്പ് ചായപ്പിലിട്ട് മാറ്റൂല എന്ന് പറഞ്ഞതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് ഇപ്പൊ ഇവിടെ വന്ന് തീർത്തിട്ട് പോയത്. പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് ആ വീട്ടിൽ പോയെന്നാ? എന്ത് മാമൻ ഇത്തിരി മതിയല്ല. പട്ടാണോ? ചേച്ചി എന്താടാ ആന്റി ഉണ്ടായിരുന്ന? വിഷമിക്കാതെ ആന്റി, എല്ലാം വിധിയാണെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. തലേ വരച്ച വരെ നമുക്ക് മാറ്റാൻ പറ്റൂലല്ലോ. ആര് വിഷമിച്ച്? ആന്റി അങ്ങനെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പെൺമക്കളെ കാര്യം ഓർത്ത് ആന്റി വിഷമിക്കാം. അടി വെച്ചിട്ടുണ്ടല്ലോ ചെറുക്കാ. റിങ്കിയനാ നോക്കിക്കോളാം. അല്ല, പിങ്കിയനാ നോക്കിക്കോളാം. റിങ്കിയെ നമുക്ക് വേറെ ആരെങ്കിലും. എന്തുവാണ് ഇവൻ പറയണത്? എടേ, മൂക്കിനടിച്ച് ഞാൻ പരുത്തം കേട്ടോ. നല്ല രീതിയിൽ ജീവിച്ചു പോണ എന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് അനാവശ്യം പറയണ നീ. നിന്റെ തലകൂടെ വല്ലതും വീണോ? ഞാൻ ഇത് അറിഞ്ഞെന്ന് പറഞ്ഞ് വേറെ ആരോടും പറയൂല. ഇത് നിങ്ങൾ നിങ്ങളെ ഫാമിലിയിൽ ഒതുക്കി നിർത്തേണ്ടതായിരുന്നു. അതന്നെ അടി ചെറുക്കന്. ആ മാമ അങ്കിളിനെ വിളിച്ച് സംസാരിക്കണൊക്കെ ഞാൻ കേട്ട്. എന്തോന്ന് പറഞ്ഞു? ആന്റി അത് രാജകുടുംബത്തിൽ പറഞ്ഞു വിടുമെന്ന്. വല്ല പ്രശ്നമുണ്ടോ? മണിക്കൂട്ടൻ ചേട്ടൻ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. ഇവ എന്താ ഇപ്പൊ പറയണ? നമുക്ക് എന്താ ചോദിക്കാനുണ്ട്. ഇത് സംഭവം വേറെ എന്തോ ആണ്.